അത്രയും ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു നമ്മൾ കണ്ടത്. 4 പേരെയാണ് ഒറ്റയടിക്ക് ഇറക്കിയത്. നമ്മളൊരു എന്തിന് 4 പേരെ ഇറക്കുന്നുണ്ട്? അത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ നമ്മൾ എക്കാലവും ഓർത്തു വെക്കുന്ന ഒരു മത്സരമായിട്ട് ഇത് മാറും. ശരിക്കും ക്രൊയേഷ്യക്ക് വേണ്ടി ഗോൾ അടിക്കാൻ വേണ്ടി റെഫറി മത്സരം നീട്ടിക്കൊടുത്തൊരു പ്രതീതിയായിരുന്നു. പക്ഷേ അവസാന ചിരി ക്രിസ്ത്യാനോ നേടി എന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഗോൾ റദ്ദാക്കപ്പെട്ടതിന് ശേഷം മോഡ്രിച്ചിന് ഒരു ചിരിയുണ്ട്, ഒരു വല്ലാത്തൊരു ചിരിയാണ്. എന്ത് സ്വപ്നതുല്യമായ നിമിഷമാണ് കടന്നുപോയത്. എത്ര ആവേശഭരിതമായ, എത്ര ആവേശോജ്വലമായ, അവിസ്മരണീയമായ ഒരു മത്സരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 2 നക്ഷത്രങ്ങൾ, നമ്മുടെ ഫുട്ബോളിനെ പ്രണയിക്കാൻ പഠിപ്പിച്ച, സ്വപ്നം കാണാൻ പഠിപ്പിച്ച 2 നക്ഷത്രങ്ങൾ ആകാശത്ത് മുഖാമുഖം വരുന്നു. അതിലൊരു നക്ഷത്രം ഈ എല്ലാ പോരാട്ടങ്ങളെയും അതിജീവിക്കുന്നു. മറ്റൊരു നക്ഷത്രം ഇതാ മണ്ണിൽ വീണ് പൊലിയുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും. ക്രിസ്ത്യാനോ ഈ വെല്ലുവിളി അതിജീവിച്ച് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ആയുസ് നീട്ടിക്കിട്ടി. ലൂക്ക മോഡ്രിച്ച് അവസാന ലോകകപ്പ് കളിക്കുന്നു. അവസാന മത്സരത്തിൽ നിരാശനായിട്ട് മടങ്ങേണ്ടി വന്നു. ഇനിയൊരു ലോകകപ്പിൽ നമുക്ക് മോഡ്രിച്ചിനെ കാണാൻ സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വപ്നതുല്യമായ മത്സരമായിരുന്നു. ഈ ലോകകപ്പ് ഇതുവരെ കാണാത്ത ആവേശോജ്വലമായ നിമിഷം. ശരിക്കും നമ്മൾ പറഞ്ഞാൽ നെയിൽ ബൈറ്റിംഗ് ഫിനിഷ് എല്ലാ അർത്ഥത്തിലും. ഒരു കൂട്ടർ കണ്ണീരോടെ മടങ്ങുന്നു, മറ്റൊരു കൂട്ടർ ആനന്ദാശ്രു പൊഴിച്ച് സ്റ്റേഡിയത്തിൽ നൃത്തം വയ്ക്കുന്നു. പക്ഷേ സത്യത്തിൽ ഇന്ന് ആനന്ദാശ്രു പൊഴിക്കുന്നത് ഈ ഭൂമിയിലുള്ളവരല്ല, അത് ആകാശത്തുള്ള ഒരാളാണ്, ഡീഗോ ജോട്ട. നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരാണ്. പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡർ ഡീഗോ ജോട്ട ഒരു വാഹനാപകടത്തിൽ മരിച്ചിട്ട് ഇന്നേക്കൊരു വർഷം തികയുകയാണ്. ശരിക്കും ഈ പോർച്ചുഗലിൽ ഈ സ്വപ്നതുല്യമായ തിരിച്ചുവരവ്, ഈ സ്വപ്നതുല്യമായ വിജയത്തിൽ ആകാശത്തിരുന്ന് ശരിക്കും കണ്ണീർ പൊഴിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ ഡീഗോ ജോട്ടയായിരിക്കും. പോർച്ചുഗൽ യൂറോപ്യൻ നേഷൻ കിരീടം നേടുമ്പോൾ ആ ടീമിൽ അംഗമായിരുന്നു ജോട്ട. വിവാഹം കഴിഞ്ഞ് 11 ദിവസത്തിനുള്ളിലാണ് ജോട്ട വാഹനാപകടത്തിൽ മരിക്കുന്നത്. ശരിക്കും ഈ ലോകകപ്പിന് ജോട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല പോർച്ചുഗലിൻ്റെ ഗതി. എല്ലാ മത്സരങ്ങളും തപ്പിത്തടഞ്ഞ് വന്നവരാണ് പോർച്ചുഗൽ. പക്ഷേ ജോട്ടയെ പോലെ ഒരു മിഡ്ഫീൽഡർ, ഒരു ആക്രമണകാരിയ മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല. ആ ജോട്ടയുടെ പക്ഷേ ശരിക്കും പോർച്ചുഗൽ ആദ്യ മത്സരം മുതൽ ജോട്ടയെ മിസ് ചെയ്യുന്നുണ്ട്. അവർ ജോട്ടയുടെ സ്മരണയിലാണ് ആദ്യ മത്സരം കളിച്ചത്. വിധിയുടെ വിചിത്രമായൊരു നിയോഗമായിരിക്കാം. ജോട്ടയുടെ ജീവൻ പൊലിഞ്ഞ് കൃത്യം 1 വർഷമാകുമ്പോൾ പോർച്ചുഗൽ ഇതാ ജീവൻ തിരിച്ചു കിട്ടി, അതിജീവിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു. സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിൻ്റെ എതിരാളി. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഫൈനലാണ് നമ്മൾ കാത്തിരിക്കുന്നത്, യമാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും. ശരിക്കും ആദർശേ, ഇന്നത്തെ മത്സരം നമുക്ക് ഇനി എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ സാധിക്കും? എക്കാലവും ഓർത്തു വെക്കാവുന്ന ഒരു മത്സരമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിയാഗോ ജോട്ട മരിച്ചിട്ട് 1 വർഷം തികയാണ്. ആ 1 വർഷം തികയുന്ന വേളയിൽ തന്നെ സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവ് നടത്തി പോർച്ചുഗൽ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. കുറേ പ്രത്യേകതകൾ നിറഞ്ഞ മത്സരമാണിത്. മത്സരത്തിലുടനീളം ആവേശകരമായിരുന്നു. നമ്മൾ ഒരുപക്ഷേ ഈ ലോകകപ്പിൽ ഇത്രത്തോളം ആവേശകരമായ മത്സരം നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. അതും അവസാന ഗോൾ വരുന്നത് 90 മിനിറ്റ് കഴിഞ്ഞിട്ട് 17-ാം മിനിറ്റിലാണ്. അത്രയും ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു നമ്മൾ കണ്ടത്. ആദ്യം ഗോളടിക്കുന്നു, പിന്നെ തിരിച്ചടിക്കുന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു മത്സരത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പതിഞ്ഞ താളത്തിലാണ് സത്യത്തിൽ ഇന്ന് മത്സരം തുടങ്ങിയത്. പക്ഷേ ഈ 2 ടീമുകളും ഒരിക്കലും പ്രതിരോധത്തിന് ഊനാതെ ആക്രമിച്ച് തന്നെ തുടക്കം മുതലേ കളിച്ചു. ആക്രമിച്ച് തന്നെയാണ്. വേറെ ഒരു പദ്ധതിയും ഇരു ടീമുകൾക്കും ഉണ്ടായിരുന്നില്ല. ആക്രമിച്ച് കളിക്കുക തന്നെയാണ്. ആദ്യം കുറച്ച് 2 ടീമുകളൊന്ന് കുറച്ച് ഡിഫൻസിലായി കളിച്ചിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ആക്രമണത്തിന് ഒരു നിര തന്നെ നമ്മൾ കാണുന്നുണ്ട്. പോർച്ചുഗലാണെങ്കിൽ റാഫേലിയാവും ക്രിസ്ത്യാനോ റൊണാൾഡോവും ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ ക്രൊയേഷ്യൻ ബോക്സിൽ പലകുറി കയറി ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പഴും മോശമല്ല. മോഡ്രിക്കും കൊവാസിച്ചും ഒക്കെ പോർച്ചുഗലിൻ്റെ ഡിയാഗോ കോസ്റ്റയുടെ എത്രയോ സേവുകളാണ് ഡിയാഗോ കോസ്റ്റ നടത്തിയത്. അത് മുഴുവൻ പോർച്ചുഗൽ ഡിഫൻഡർ ആകെ ആടി വരുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ ഇരു ടീമുകൾ നടത്തുന്നത് നമ്മൾ കണ്ടു. ശരിക്കും ആദ്യ പകുതി ഗോൾ ഒഴിഞ്ഞ് ആദ്യ പകുതി ആയപ്പോൾ തന്നെ അത്ഭുതമായിരുന്നു. കാരണം അത്രയും ഗോൾ വീഴാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 2 ടീമുകളും ഒരേ ലക്ഷ്യമുണ്ടായില്ല, ഗോൾ അടിക്കുക, ജയിക്കുക. ആ ഒരു തന്ത്രത്തിൽ തന്നെയാണ് 2 ടീമുകളും മുന്നേറിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു തിരിച്ചു അടിയാണ്. അതായത് ആദ്യം പെരിസിച്ചുള്ള ഒരു ഗോൾ അടിക്കുന്നു 53-ാം മിനിറ്റ്. ശരിക്കും അത് കളിയുടെ ഒരു ഒഴുക്കിനെതിരെ. ശരിക്കും പോർച്ചുഗൽ ആ സമയത്ത് ഒരു ഗോൾ വഴങ്ങേണ്ടതായിരുന്നില്ല. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പെരിസിച്ച് ഗോൾ അടിച്ചിരിക്കുന്നത്. ആ ഗോൾ വളരെ മനോഹരമാണ്. വിങ്ങിന്ന് സ്റ്റാനിസിക്ക് കൊടുക്കുന്ന ഒരു ക്രോസ് ബോക്സിൽ മാർക്ക് ചെയ്യപ്പെടാതെയാണ് പെരിസിച്ചിരുന്നത്. അത് അനായാസം അദ്ദേഹം ഗോളാക്കുന്നു. അതോടെ പോർച്ചുഗൽ ഒന്ന് പ്രതിരോധത്തിലാകും. പക്ഷേ പോർച്ചുഗൽ അതുകൊണ്ട് ആക്രമണം നിർത്തുന്നില്ല. പിന്നെ തുടരെ ആക്രമണങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്രൊയേഷ്യയുടെ പ്രതിരോധം ആടി ഇറഞ്ഞുകൊണ്ട് നിരവധി ഷോട്ടുകൾ പോർച്ചുഗീസ് സംഘം ഗോൾമുഖത്ത് വിറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്രിസ്ത്യാനോയുടെ ആ ഗോൾ വരുന്നത്. നമ്മൾക്കറിയാം, പെനാൽറ്റി വിധിച്ചതുകൊണ്ടാണ് ക്രിസ്ത്യാനോക്ക് ഒരു ഗോൾ വരുന്നത്. പക്ഷേ ഗോളടിച്ചതോടെ പോർച്ചുഗലിന് ആകെ ഒരു ഉണർവ് ലഭിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് ക്രൊയേഷ്യക്ക് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല. ആക്രമണങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നത് ശരിക്കും ക്രിസ്ത്യാനോ എന്ന് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും
ഗോളിലേക്ക് ശരിക്കും വലിയ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യത്തെ അവസരമാണ് ശരിക്കും ആ പെനാൽറ്റി. പെനാൽറ്റി അതായത് ഈ 81 മിനിറ്റ് ആയോളമാണ് ക്രിസ്ത്യാനോ കളിച്ചത്. ആ 81 മിനിറ്റോളത്തിൽ ക്രിസ്ത്യാനോയുടെ ഇൻസൈഡ് ബോക്സിൽ ആകെ ടച്ചാണ് ആ പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനോ മത്സരത്തിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ പോർച്ചുഗൽ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മുന്നേറ്റ നിര താരങ്ങളും മധ്യനിരയൊക്കെ ആക്രമണത്തിൽ മുന്നേറ്റങ്ങൾക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലോകകപ്പിൽ ക്രിസ്ത്യാനോയുടെ ഗോൾ സമ്പാദ്യം 3 ശരിക്കും മെസ്സിക്ക് ഇവരുടെ പോരാട്ടത്തിൽ ഒരു പടി കൂടി ക്രിസ്ത്യാനോ മുന്നോട്ട് വന്നു. മാത്രമല്ല ഈ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ക്രിസ്ത്യാനോയുടെ ആദ്യ നോക്കൗട്ട് ഗോളാണിത്. 6 ലോകകപ്പിൽ കളിക്കുകയും ഗോളടിക്കുകയും ചെയ്ത് ക്രിസ്ത്യാനോയ്ക്ക് ഇതുവരെ ഒരു നോക്കൗട്ട് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് ഈ മത്സരത്തിൽ പിറക്കുന്നു എന്ന പ്രത്യേകതയെ കൂടി നമ്മൾ കണ്ടു. മാത്രമല്ല ക്രിസ്ത്യാനോനെ പിന്നീട് പിൻവലിക്കുന്നത് നമ്മൾ കണ്ടു. വയസ്സൊക്കെ പ്രായം പരിഗണിച്ചിട്ടായിരിക്കണം. പക്ഷേ ക്രിസ്ത്യാനോയെ പിൻവലിച്ചതിന് ശേഷം ഇറങ്ങിയ പകരക്കാരിൽ ഒരാളാണ് ഗോളടിക്കുന്നതെന്ന പ്രത്യേകത. സബ്സ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഈ ഹൈഡ്രേഷൻ ബ്രേക്കിന് സമയത്ത് വന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് തോന്നുന്നു ഈ കളി മുഴുവനും പോർച്ചുഗൽ അനുകൂലമായിട്ട്. 4 പേരെയാണ് ഒറ്റയടിക്ക് ഇറക്കിയത്. നമ്മൾ എന്തിന് 4 പേരെ ഇറക്കുന്നു? അത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായി ആ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതോടെ ആൾക്കാർ നേരത്തെ കളിച്ചിരുന്ന ആൾക്കാർ മാറി പുതിയ ആൾക്കാർ വരുന്നു. പുതിയൊരു ഉണർവ് ആ ടീമിന് മൊത്തത്തിൽ കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് നിരന്തരമായ ആക്രമണങ്ങൾ ഉതിർക്കുന്നത് നമ്മൾ കണ്ടു. ബെർണാർഡോ സിൽവയും ഗൊൺസാലോ റാമോസും ഒക്കെ വന്നു. റാമോസാണ് ഗോൾ നേടിയിരിക്കുന്നത്. ഗോൺസാലോ റാമോസിന് നമ്മൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ 2022 ലോകകപ്പിൽ ഗോൺസാലോ റാമോസ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പകരക്കാരനായി ഇറങ്ങി ഹാട്രിക് നേടിയ താരമാണ് സ്വിറ്റ്സർലൻഡിനെതിരെ. അപ്പോൾ ആ ഗോൺസാലോ റാമോസ് വീണ്ടും അവരുടെ വീരനായകനായി മാറുന്നു എന്ന പ്രത്യേകത കൂടിയിട്ട് അത് കാണാൻ ക്രിസ്ത്യാനോ ഡഗൌട്ടിലിരുന്ന ക്രിസ്ത്യാനോ ഓടിയ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ക്രിസ്ത്യാനോയുടെ ഗോൺസാലോ റാമോസിൻ്റെ പ്രായം നമ്മൾ നോക്കണം. അത്തരത്തിൽ ഈ മത്സരത്തിൽ പ്രായം കൊണ്ട് മാത്രമല്ല എല്ലാം കൊണ്ടും ശരിക്കും അവരെ തിളങ്ങി നിൽക്കുന്നത്. ലിയാവോന്റെ ഒരു പങ്കും വലുതാണ്. കാരണം വിങ്ങൾ പിന്നെ സജീവമായി ആക്രമണത്തോട് ആക്രമണം. പാസ് ലിയാവോന്റെ പിന്നെ ക്രോസിൽ നിന്നാണ് ശരിക്കും ആ ഗോൾ പിറന്നതും ലിയാവോന്റെ ക്രോസിൽ നിന്നാണ്. ലിയാവോ 2 വിങ്ങിലും മനോഹരമായിട്ട് ലിയാവോ കളിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചു, പിന്നീട് അങ്ങോട്ട് റൈറ്റ് വിങ്ങിൽ കളിച്ചു. അങ്ങനെ നിരന്തര വിങ്ങുകളിലൂടെ മാറി മാറി കളിച്ചുകൊണ്ടാണ് ലിയാവോ ശരിക്കും ക്രൊയേഷ്യൻ പ്രതിരോധത്തിന് ശരിക്കും ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ഈ ക്രൊയേഷ്യക്ക് ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വലിയ ഗുണം ചെയ്തു. ഗാർഡിയോള വന്നിട്ട് ശേഷമാണ് അവരൊന്നും ചടുലമായത്. അതുമാത്രമല്ല ഈ ക്രൊയേഷ്യയുടെ മുന്നേറ്റങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടത്. ക്രൊയേഷ്യ വളരെ നന്നായിട്ട്, അതായത് മത്സരത്തിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും നിരന്തര ആക്രമണങ്ങൾ ഷോട്ടുകൾ ഉതിർത്തെങ്കിലും ഏറ്റവും കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചത് ക്രൊയേഷ്യയാണ്. 7 ഷോട്ട് ഓൺ ടാർഗറ്റാണ് ക്രൊയേഷ്യക്കുള്ളത്. പോർച്ചുഗൽ അത്രയും ഇല്ല. അതായത് എത്രയോ ഗോളുകൾ ഓഫ് സൈഡായി നമ്മൾ കണ്ടു. എത്ര ഗോളുകളാണ് ഓഫ് സൈഡായത്? ഗോൾ വല നിറച്ചിട്ട് എത്ര തവണയാണ് വല ചലിച്ചത്? നമ്മളിത് ഈ ലീഡെടുത്തു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ലീഡെടുക്കാതെ ഓഫ് സൈഡ് ആയിക്കോളും ഗോൾ റദ്ദാക്കപ്പെടുകയും ചെയ്യും. അവസാന നിമിഷം 17 മിനിറ്റിലെ ആ ഗോളുകൾ നമ്മൾ ഓർക്കുന്നില്ലേ? അതായത് ക്രൊയേഷ്യ വലവലിക്കുന്നതോടെ അവരൊക്കെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ശരിക്കും ക്രൊയേഷ്യക്ക് വേണ്ടി ഗോൾ അടിക്കാൻ വേണ്ടി റെഫറി മത്സരം നീട്ടിക്കൊടുത്തൊരു പ്രതീതിയായിരുന്നു. ആ ഗോൾ വരുന്നതിന് പിന്നാലെ ഡഗൌട്ടിൽ ക്രിസ്ത്യാനോ വളരെ നിരാശനായിട്ട് ക്രിസ്ത്യാനോ കാണുന്നത് നമ്മൾ കണ്ടു. അത് മാത്രം മതി അതിന്റെ ഒരു ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഓഫ് സൈഡ് ആണെന്നൊരു സംശയം വരുന്നു. അതും തർക്ക വിഷയമാണ്. അത് ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ള തർക്ക വിഷയമാണ്. അത് കുറെ സമയത്ത് ഓഫ് സൈഡ് ആണോ ഹാൻഡ് ബോൾ ആണോ എന്നുള്ള സംശയം. ഒരു സ്നിക് മീറ്റർ ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് വലിയ ചർച്ചയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ. കാരണം അത് പോർച്ചുഗൽ താരത്തിന്റെ ശരീരത്തിൽ തട്ടിയിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഓഫ് സൈഡ് ആകുമായിരുന്നില്ല. അതെങ്ങനെയാണ് വിധിച്ചതെന്നുള്ളത് തർക്ക വിഷയമാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൻ ചർച്ച നടക്കുന്നുണ്ട്. പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് കൊടുക്കേണ്ടത് വാറിനാണെന്ന് തോന്നുന്നു. അത്തരത്തിലാണ് മത്സരത്തിന്റെ ആ ഒരു പോക്ക്. അതിനുശേഷം ആ ഗോൾ റദ്ദാക്കിയതിന് ശേഷമാവട്ടെ ക്രിസ്ത്യാനോ ഒക്കെ ആകെ പഴയ ഭാവത്തിലേക്ക് തിരിച്ചെത്തി. പിന്നീട് അപ്പോൾ ക്രിസ്ത്യാനോ പഴയ ഭാവത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിരാശനോ നിൽക്കുന്ന ഒരാളുണ്ട്, മോഡ്രിച്ച്. അദ്ദേഹം അവസാനത്തെ ലോകകപ്പാണ്. അദ്ദേഹം ഇനിയൊരു അവസരമില്ല. അത്രയും 17 മിനിറ്റ് തന്നെ കഴിഞ്ഞു. ഇനി തിരിച്ചു വരാനുള്ള ഒരു അവസരം അവിടെ വിശേഷിക്കുന്നില്ല. ശരിക്കും ഗോൾ റദ്ദാക്കപ്പെട്ടതിന് ശേഷം മോഡ്രിച്ചിന് ഒരു ചിരിയുണ്ട്, ഒരു വല്ലാത്തൊരു ചിരിയാണ്. കാരണം നമ്മളെ ശരിക്കും നമ്മൾ ഉള്ളു ഉലയ്ക്കുന്ന, ഉള്ളു തട്ടുന്ന, ഉള്ളു കീറി മുറിക്കുന്ന ഒരു ചിരിയായിരുന്നു. കാരണം ലാസ്റ്റ് ഡാൻസ് നമ്മൾ പറയുന്നത് ലാസ്റ്റ് ലാഫ് ശരിക്കും പോസിറ്റീവായിട്ട് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നെങ്കിലും ആ ചിരിക്ക് വല്ലാതൊരു വേദന നിറഞ്ഞൊരു ചിരിയായിരുന്നു. ഇനി ഇല്ലല്ലോ മോഡ്രിച്ച്. നമ്മൾ ഒരു ലോകകപ്പിൽ നമ്മളിനി മോഡ്രിച്ച് ഇല്ല. ഒരു പക്ഷേ ഈ സുവർണ്ണ കാലഘട്ടത്തിന് അസ്തമയമാണ്. മോഡ്രിച്ചിനെ മാത്രമല്ല, കൊവാസിച്ചും പെരിസിച്ചും എല്ലാവരും പോകുമ്പോൾ ഒരു പക്ഷേ ഇതുപോലുള്ളൊരു ക്രൊയേഷ്യ നമ്മളിനി എന്ന് കാണും? ഇതുപോലൊരു കളിക്കാരെ നമ്മളിനി ആ ക്രൊയേഷ്യൻ നിരയിൽ ഇനി എന്ന് കാണും? അത് നമ്മുടെ കൂടി ഒരു വലിയ നഷ്ടമാണ്. ശരിക്കും നഷ്ടമാണ്. ഈ ലോകകപ്പിൻ്റെ മാത്രമല്ല, മൊത്തത്തിൽ ലോക ഫുട്ബോൾ കാണുന്ന എല്ലാ കളിപ്രേമികളുടെയും കൂടി നഷ്ടമാണത്. ഇനി ഇങ്ങനെ ഒരു മൈതാനത്ത് നമ്മൾ ലൂക്കാ മോഡ്രിച്ചിനെയോ പെരിസിച്ചിനെയോ ഒന്നും കാണേണ്ട സാധ്യതയേ ഇല്ല. മാത്രം 40 വയസ്സായിട്ടും ഇപ്പോഴും അതേ മത്സരക്ഷമതയോടെ, അതേ തീവ്രതയോടെ അവർ കളിക്കുന്നു. റൊണാൾഡോയും പിന്നെ മോഡ്രിച്ചും നമ്മളവരെ അഭിനന്ദിച്ചാൽ പറ്റും, അനുമോദിച്ചാൽ പറ്റും. കാരണം ശരിക്കും എനിക്ക് നോക്കൗട്ടിൽ 40 വയസ്സ് കഴിഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നതിന് അപൂർവമായിട്ടായിരുന്നു. ആദ്യത്തെ ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ് അപൂർവമാണ്.
അപ്പോൾ അത്തരത്തിൽ കൂടി ഈ പ്രായം കൊണ്ടുമൊക്കെ നമ്മൾ ഇനി ഇങ്ങനെയൊരു പോരാട്ടം നമ്മൾ കാണുകയില്ല. അതായത് പറഞ്ഞത് ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ നമ്മൾ എക്കാലവും ഓർത്തു വെക്കുന്ന ഒരു മത്സരമായിട്ട് ഇത് മാറും. ഇവിടെ പക്ഷേ അവസാന ചിരി ക്രിസ്ത്യാനോ നേടി എന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിലും തീരുന്നില്ല, ഇനി അടുത്ത റൗണ്ട് കിടക്കാനുണ്ട്. ഇനി വരാനുള്ളത് അതിലും വലിയ പോരാട്ടമാണ്. സ്പെയിനാണ് എതിരാളി. സ്പെയിനും യമാലും എങ്ങനെയാണ് ഓസ്ട്രിയക്കെതിരെ ആഞ്ഞു കളിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അവരുടെ ലോ ബ്ലോക്കിനെ ശരിക്കും സമർത്ഥമായിട്ട് അവരുടെ പൂട്ടിനെ അതിസമർത്ഥമായിട്ട് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് സ്പെയിൻ വളരെ ആധികാരികമായി ചെയ്യുന്നത് 3-0. അപ്പം ക്രിസ്ത്യാനോ ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കടുത്ത വെല്ലുവിളിയായിരിക്കും. കാരണം ഇതാണ് ഈ സ്പെയിനിൻ്റെ ആക്രമണം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതാണ് പോർച്ചുഗലിൻ്റെ ഡിഫൻസ് എങ്കിൽ ഏറെ പണിപ്പെടുമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയക്കെതിരെ കണ്ടു, പോർച്ചുഗലിൻ്റെ ഡിഫൻസ് എന്ന് പറയാനേ ഉണ്ടായിരുന്നില്ല. മധ്യനിര വളരെ ശൂന്യമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അങ്ങനെയായിരുന്നു പോർച്ചുഗലിൻ്റെ മധ്യനിര. അതും കൊണ്ട് ഇനി സ്പെയിനിൻ്റെ മുന്നിൽ പോയി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം അവർ മധ്യനിരയിലും ഡിഫൻസിലൊക്കെ ഏറെ മുന്നോട്ട് വരാനുണ്ട്. കാരണം കുറേ പിഴവുകൾ നമ്മൾ കണ്ടു മത്സരത്തിൽ. കാരണം ക്രൊയേഷ്യ അങ്ങനെ ഒരു ആക്രമണത്തിന് പേരുകേട്ട ഒരു നിരയില്ല ക്രൊയേഷ്യ. പക്ഷേ ഈ മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ പിഴവുകൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് കളി പഠിച്ചു വന്നിട്ടാണ് ക്രൊയേഷ്യ നന്നായി ആക്രമണം ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ക്രൊയേഷ്യയുടെ മത്സരം ശ്രദ്ധിച്ച മനസ്സിലാവും. അങ്ങനെ അത്തരത്തിലൊരു ആക്രമണ ഫുട്ബോളിന് അങ്ങനെ നേതൃത്വം നൽകുന്ന ഒരു നിരയല്ല. പക്ഷെ കാലം ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി എന്തോ ഒരു കൗതുകം കാത്തു വെച്ചിട്ടുണ്ട്. കാരണം ഒട്ടും ഫോമിലല്ലാത്ത ക്രിസ്ത്യാനോ, പോലും ഫോമിലല്ലാത്തൊരു പോർച്ചുഗൽ ടീം തപ്പി തടഞ്ഞാണ് അവർ ഇത്രയും ദൂരം പോകുന്നത്. പക്ഷേ എന്നിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എവിടെയോ കാലം ഈ ക്രിസ്ത്യാനോയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ ഒന്ന് കാത്തു വെച്ചിട്ടുണ്ട്. എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും നമ്മൾ 2 ഇതിഹാസങ്ങൾ മുഖാമുഖം വന്നപ്പോൾ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു മനോഹരമായൊരു ഐതിഹാസികമായൊരു പോരാട്ടം വരും. സത്യത്തിൽ അതിനോട് ഫുട്ബോൾ ലോകമിൻ്റെ കാലം കാവ്യനീതി പുലർത്തി. കാരണം അത്ര നമ്മളെ ത്രസിപ്പിച്ചൊരു മത്സരം. ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മത്സരം കാണാതെ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ അത്ര വലിയ നഷ്ടമാകുമായിരുന്നു. കാരണം ഇതിഹാസങ്ങൾ മുഖാമുഖം വന്ന സമയത്ത് എന്ത് മത്സരമാണോ നടക്കേണ്ടത് അത് നമ്മൾ കണ്ടു. അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ. ശരിക്കും അതാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം. ഫൈനൽ വിസിൽ വിളിക്കാതെ നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആ വിസിൽ നീണ്ടു പോട്ടെ നമ്മൾ ആശിച്ചു പോകും. ശരിക്കും ഒരു എക്സ്ട്രാ ടൈമിന്റെ പകുതി കളിച്ച ഒരു പ്രതീതി തന്നെ. അത് 18 മിനിറ്റോളം കടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ടൈം തന്നെ ഏതാണ്ട് 3/4 ഭാഗം കടിച്ചു നമുക്ക് പറയാം. പക്ഷേ എന്നാലും നമ്മളത് ഒരിക്കലും നമുക്കത് ഒരു സെക്കൻഡ് പോലും നമുക്കത് മടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, കാരണം ഇപ്പുറത്ത് മോഡ്രിച്ച് ഉള്ളപ്പോൾ കടുത്ത പോർച്ചുഗൽ ആരാധകർ പോലും ഇപ്പുറത്ത് മോഡ്രിച്ച് ഉള്ളത് കൊണ്ട് മോഡ്രിച്ചോട് നമുക്ക് സ്നേഹമുണ്ട്, വെറുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ആ മോഡ്രിച്ചിൻ്റെ ജീവൻ തിരിച്ച് കിട്ടണേ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ഒന്ന് നീണ്ടു പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നു ഇതൊരു സമനിലയിൽ അവസാനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആശിച്ചു പോയി. കാരണം മോഡ്രിച്ച് തോറ്റു മടങ്ങുന്ന ഒരു മോഡ്രിച്ചിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ വലിയ പോരാട്ടം അതിജീവിച്ച് വന്ന ആളാണ് മോഡ്രിച്ച്. തോറ്റിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ കളിക്കളത്തിലും മോഡ്രിച്ച് തോറ്റ് പിൻവാങ്ങാൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷേ ചരിത്രം അങ്ങനെയാണ്, ഫുട്ബോളും അങ്ങനെയാണ്. ചില തോൽവികൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലല്ലോ. പക്ഷെ എന്തായാലും വളരെ വീരോചിതമാണ്. ഈ ഇത്രയും വലിയൊരു പോരാട്ടം നമുക്ക് തന്നതിന് ശരിക്കും നമ്മൾ ഈ 2 ലെജൻഡുകളോടും നന്ദി പറയേണ്ടതാണ്.